ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും ഉമ്മ. പിന്നെ ആരോ ഒന്ന് രണ്ട് പേരുടെ മെസ്സേജൊക്കെ കണ്ടു ഞാൻ. എന്തറിയോ, നമ്മുടെ ഈ ചിരി ഭയങ്കര ഇഷ്ടമാണെന്ന്. പക്ഷെ എന്നെ ചിരിക്കുമ്പോൾ മാത്രമാണ് അമ്മ, എന്നെ കണ്ട് ചിരിക്കുമ്പോൾ മാത്രം ആക്കിയിട്ടൊരു ചിരി ഉള്ളതാണ്. ബാക്കി എല്ലാവരോടും നല്ല ചിരിയാണ് നമ്മുടെ. പിന്നെ വേറൊന്നുണ്ട് കേട്ടോ, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും പറയുന്നുണ്ട് കേട്ടോ, കടുവേനെ അവിടെ കണ്ടു, കടുവേനെ ഇവിടെ കണ്ടു, കടുവേനെ പിടിക്കണം, ഒന്നിനെ പിടിച്ചു, ഇനിയും കുറെ കടുവകളെ പിടിക്കാണ്ട് പറഞ്ഞു. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ അടക്കളയിൽ നിൽക്കേണ്ട കടുവ. അയ്യോ, ആ ഫോറസ്റ്റുകാർ ചെമ്മീൻ റോസ്റ്റ്. അതിന് ഞാന് മുളക് കുറച്ച് മല്ലി കേട്ടോ, കൂടുതലില്ല. മുളക്, മല്ലി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്രയും തിരുമ്പി വെച്ചതാണ് കേട്ടോ. തിരുമ്പി വെച്ചല്ല. സബോള, പച്ചമുളക്, ഇതാണ് സബോള. ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ചെറുതായി അരിഞ്ഞാൽ നോക്കൂ. ആനയ്ക്ക് പനമ്പട്ട വെട്ടിയ പോലെ വെട്ടിയിട്ട് ഇതാണ് ചെറുതായി അരിയത്. കറിവേപ്പില, മല്ലിയില, പിന്നെ കുരുമുളക്, പെരിഞ്ജീരകം, നല്ല ജീരകം മൂന്നും കൂടിയിട്ട്. നല്ല ജീരകം കുറച്ച്, പെരുംജീരകം 1 സ്പൂണ്, പിന്നെ എരിവിന് പാകത്തിനുള്ള കുരുമുളക്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ കുറച്ച് നാരങ്ങ നീര് വേണം കേട്ടോ. ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരു സൂചന കൊടുക്കണം, കടുവ എവിടെ ഉണ്ടെന്ന്. ലോകം മുഴുവൻ അന്വേഷിക്കുകയാണ്, കടുവേനെ അവിടെ കണ്ടു, കടുവേനെ ഇവിടെ കണ്ടു. ചെമ്മീനായത് കാരണം ഇത്തിരി എണ്ണയൊക്കെ വേണം കേട്ടോ, എന്നാലും അതിനൊരു സ്വാദുണ്ട്. പച്ചക്കറിയൊക്കെ വെക്കുമ്പോഴല്ല, അത് ചെമ്മീൻ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഉപയോഗിക്കണം. അല്ലാത്തപ്പോ നമുക്ക് കുറച്ചിടാം. അതെ, അത് മതി. ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടണ്ടേ, എപ്പോഴെങ്കിലും അല്ലേ ഇതൊക്കെ കഴിക്കുള്ളൂ. അതെ, എപ്പോഴും ചെമ്മീൻ ഞാൻ മേടിക്കാറില്ല. അതെന്താ ചൂടാണെന്നോ ഒക്കെ പറയും, ഗ്യാസ് ആണെന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. ഈ ചെമ്മീൻ എന്തുകൊണ്ടാണ് ചുരുണ്ട് കിടക്കുന്നത്? പക്ഷെ ഇവിടെ എന്നും അയിലയും മത്തി, ഇവർക്ക് അയിലയും മത്തി അല്ലാതെ ഒരു ബ്ലോഗില്ല. എവിടെ മീൻ മേടിക്കാൻ പോയാലും അപ്പൊ അയിലയും നല്ല അയില ഉണ്ട്, മേടിക്കട്ടെ. അങ്ങനെയല്ല, പച്ചക്കറി മേടിക്കാൻ പോകുമ്പോ അപ്പുറത്തെ അയിലയും മത്തി ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് വരും. അതാണ് സത്യം, മനസ്സിലായില്ലേ? അപ്പൊ ഈ സബോള എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. എന്തുകൊണ്ടാണ് ഈ ചെമ്മീന് ചുരുണ്ട് കിടക്കുന്നത്? അത് ചുരുളില്ല, കുറച്ച് കഴിയുമ്പോ വേവുമ്പോഴാ ചുരുള്. എന്താണ് ചെമ്മീൻ എപ്പോഴും നമ്മൾ സാധാരണ അങ്ങനെ ചുരുണ്ട് കൊണ്ടിട്ടല്ലേ കാണാറ്? എന്തുകൊണ്ടാണ്? അല്ലമ്മ, അത് ഉറക്കം കൂടുതലുള്ള മീനാണ്, മനസ്സിലായില്ലേ? അത് സോമ്പേരി എന്നൊക്കെ പറയില്ലേ, അതിൽ പെട്ടാണ്. ഏത് നേരം കടലിലായാലും കരയിൽ പിടിച്ചിട്ടാലും മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടാലും ചട്ടിയിലിട്ടാലും അത് ചുരുണ്ട് കടന്നുകൊണ്ടേ ഉണ്ടാവും. എന്നെ തല്ലിയാലും കൊന്നാലും ഞാൻ ചെയ്യേണ്ട പണി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയും. അതിനാണ് ഇതിനെ കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യണം. ഞങ്ങൾ ഇങ്ങനത്തെ വേണ്ട, അധ്വാനികളുള്ള നാടാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ നിന്ന് കടത്തി വിടുന്നത്, മനസ്സിലായില്ലേ? അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ കിട്ടും. ഇവിടെ വേണ്ടാത്തൊക്കെ ഞങ്ങൾ അങ്ങോട്ട് അയക്കും, അവരവിടുന്ന് വേണ്ടാത്ത മുഴുവൻ ഇങ്ങോട്ട് അയക്കും, മനസ്സിലായില്ലേ? ബ്രൗൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേഗം ബ്രൗൺ ആവാൻ വേണ്ടിട്ട്. അതെന്തിനായിരുന്നു? അപ്പൊ ഒരു മൂത്ത ഉള്ളി എടുത്ത് ഇട്ടാ പോരെ? ആവില്ലാന്നോ? ശരിയാവില്ലാന്ന് പറയാ. ആവില്ല. ഈ ചിരിയൊക്കെ കണ്ടിട്ടാണല്ലോ എൻ്റെ ഭഗവാനെ, ആ ചിരി കണ്ടാൽ മതി എന്നൊക്കെ പറയണത്. അല്ല, ചിരിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് ആർക്കും ഇല്ലാത്തൊരു ചിരിയൊന്നുമല്ലല്ലോ, സാധാരണ ഒരു ചിരി. ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയ്ക്ക്. അപ്പൊ ഇതിൽ ആരാ? അല്ല, അതൊക്കെ ശരിയാണ്, പഴഞ്ചൊല്ലൊക്കെ നന്നായി. അപ്പൊ കാക്ക ആരാണ്, കുഞ്ഞാരാണ്? അത് അല്ല, പറഞ്ഞ പഴഞ്ചൊല്ലിന്റെ അർത്ഥം അങ്ങനെയല്ലല്ലോ വരിക. അങ്ങനെ അമ്മ തോന്നുമ്പോ ഈ പഴഞ്ചൊല്ല് പറയണ്ട കേട്ടോ. ഞങ്ങളൊന്നും കാക്കയാവാൻ ഉദ്ദേശിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, ഈ മുയലിന്റെ കുഞ്ഞല്ലേ? കാക്കയ്ക്ക് മാത്രമേ കുഞ്ഞ്? അങ്ങനെ പറയണ നമുക്ക് മാറ്റണ്ടേ? ഇത് പഴഞ്ചൊല്ല് കേട്ടിട്ട് മതിയായി. വെറുതെ ഒരു നല്ല കാര്യം പറയുമ്പോൾ ഞങ്ങളൊക്കെ കാക്കയാക്കിയിട്ട് അമ്മ എൻ്റെ കുഞ്ഞായി മാറും.
എന്നിട്ട് പറയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അതിൻ്റെ ഒപ്പം അല്ല തന്നെ അത് ശരി. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അമ്മയും കാക്കയാവുണ്ടല്ലോ, അത് കാരണം വല്ല സമാധാനം ഉണ്ട്. ആ കുഞ്ഞെന്ന് പറഞ്ഞാൽ കാക്കയല്ലേ. അല്ല ഇത്രയും ചെറിയൊരു കാക്കക്കുഞ്ഞിനെ ഞാൻ ഇവിടെ നിന്നല്ല ലോകത്ത് എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ? ആ ഈ കാക്കക്കുഞ്ഞൊക്കെ ഒരു കൊമ്പയിലിരുന്ന കൊമ്പ മുറിഞ്ഞു പോകും. പിന്നെ കാക്കക്കുഞ്ഞ് പറഞ്ഞ അത്രയ്ക്ക് മാത്രമൊന്നുമില്ല കേട്ടോ. അല്ല കാക്കക്കുഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? കാക്ക തന്നെ എത്ര ഉണ്ടാവും? അപ്പൊ ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിൽ മുളക്, മല്ലി, മഞ്ഞൾ, ഉപ്പ്. ഭാഗ്യത്തിന് അമ്മ കുരുവിന്ന് പറയാണ്ടിരുന്നത്. ഇത് മാത്രമായിട്ട് കേട്ടോ. എന്ത് മനസ്സിലായി? കുരുവിന്ന് പറയാത്തത് ഭാഗ്യം. അതല്ല അതിൽ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ എന്തെത്തുന്ന പറഞ്ഞമ്മ? മുളക്, മഞ്ഞള്, അത് ആദ്യം പറഞ്ഞല്ലോ, മല്ലി, മല്ലി, ഉപ്പ്. അങ്ങനെ കുരുവിന്ന് മിറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ അല്ല കുരുവിന്ന് മിറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടത്തോടെ കുരുവിയുടെ ആത്മഹത്യ ചെയ്തേനെ. ഒരു കുരുവി നീ അതൊക്കെ പറയും. കാരണം എന്താ അറിയോ, നീ അതാണ് സാധനം. അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോഴേക്കല്ലേ അതാവുന്നുള്ളൂ. ഇനി അതിന് ശേഷമാണ് ഇതിന് മറ്റുള്ളതൊക്കെ ഉണ്ടാകുന്നത്. ഇതെന്താ അങ്ങനെ തിരിഞ്ഞിട്ട് സംസാരിക്കണമ്മ? ഞാൻ അങ്ങോട്ട് വെച്ചതാണ്. ആ അപ്പൊ അത് വെക്കുകയാണെന്ന് പറയണം. ഞങ്ങളിവിടെ നോക്കിക്കൊണ്ടിരിക്കാൻ മനസ്സിലാവണ്ടേ? അമ്മ എന്താ പിണങ്ങിപ്പോയ പോലെ? വേണമെങ്കിൽ ആരോട് നിന്നോടെ പറഞ്ഞോളൂ, അവരോടൊന്നും ഞാൻ പറഞ്ഞില്ല. അല്ല ഞങ്ങളിവിടെ എന്താ കാര്യങ്ങൾ വന്നിട്ട് അമ്മ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാ അത് സാരമില്ല. പേടിക്കണ്ട അമ്മ പറഞ്ഞോളൂ. അപ്പൊ നമുക്കൊരു കഥ പറഞ്ഞാലോ? ആ അതന്നെയാണല്ലോ നമ്മുടെ സ്ഥിരം പരിപാടി. അമ്മ പറഞ്ഞോ, ഞങ്ങൾ സഹിക്കാനുള്ളവരാണ്, സഹിച്ചോളാം. ആ ശരിയെന്ന്. ബുദ്ധദേവനെ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരോ നാടുകളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലോ. ഒരു സ്ഥലത്ത് ഇരിക്കുകയല്ലോ, ഉപദേശം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ നാടുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാട്ടിൽ പോയി. ആ നാട്ടിൽ പോയപ്പോൾ ആൾക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ പകല് നേരത്ത് പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കും. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഒറ്റൊന്നും പുറത്തു വരില്ല. അല്ല അമ്മ ഇങ്ങനെ തന്നെയാണല്ലോ പറയാ, പകലൊക്കെ എവിടെയെങ്കിലും ഇരുന്നിട്ട് സന്ധ്യ ആകുമ്പോഴേക്കും വീട്ടിലേക്ക് വരുന്നത്. അതിലെന്താ തെറ്റ്? അങ്ങനെയല്ല കേക്ക്. ഒരു നാട്ടിലെ മുഴുവൻ ആൾക്കാരും അങ്ങനെയാ. അപ്പൊ അവരെല്ലാവരും വാതിലടച്ച് ഇരിക്കും. അപ്പോൾ 1-2 ദിവസം ഇതൊക്കെ ബുദ്ധദേവൻ നോക്കി. ആ ബുദ്ധദേവൻ പകല് ഒരാളോട് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ എല്ലാവരുടെ മുഖത്തും സന്ധ്യ ആകുമ്പോൾ ഒരു ഭയഭീതി കാണുന്നുണ്ടല്ലോ, ഒരു വല്ലാത്ത ഭയം പോലെയാണ്, എന്താണ് സംഭവം എന്ന് ചോദിക്കും. അപ്പോ അയ്യോ ഒന്നും പറയണ്ട സ്വാമി, ഞങ്ങളുടെ നാട്ടിലൊരു അമ്പ് ഇറങ്ങിയിട്ടുണ്ട്. പോടാ. അപ്പൊ ഒന്നും പറയണ്ട എന്റെ സ്വാമി, ഇവിടെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞാ പറയില്ലാന്നോ? ഇവിടെ കാട്ടില് ഒരു ഗുഹയുടെ ഉള്ളില് ഒരു കള്ളനാണ്. ഭയങ്കര ഭീകരനാണ് ആള്. നമ്മള് അന്നിപ്പോ ഗ്യാസ് പറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വിറകൊക്കെ വേണ്ടേ. അപ്പൊ വിറകിനോ എന്തിനെങ്കിലും ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഗുഹയുടെ കുറച്ച് ദൂരത്തടക്കം നമുക്ക് പോകാൻ പറ്റില്ല. ഇനി അവിടെ ആരെയും കണ്ടില്ലെങ്കിൽ നാട്ടിലിറങ്ങിയിട്ടെങ്കിലും ഒരാളെ കൊല്ലും. എന്നിട്ട് ആ ആളുടെ വിരലുകൾ മാലയാക്കി അയാളിടും. അതുകൊണ്ട് അയാൾക്ക് വിരൽ മാല എന്നാണ് പേര്. വിരിട്ടിരിക്കുകയാണ്. ഉംഗുലി മാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉംഗുലി എന്ന് പറഞ്ഞാൽ വിരലാണ്, മാല. അപ്പൊ ആ വിരല് കൊന്നിട്ട് അവരുടെ വിരലുകൾ എടുക്കും. എന്നിട്ട് അത് മാലയാക്കിയിട്ട് കഴുത്തിലിടും. വിരലുധാരിയായ ഒരു വ്യക്തി എന്തൊക്കെ മാലയിടായാണ് വിരൽ കൊണ്ട് അത് ഭീകരം സൃഷ്ടിക്കുക, ഭീകരാന്തരീക്ഷം. അതായത് ഇയാൾ ഇത്രയും വലിയ ഭീകരനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഭീതി പരത്താൻ വേണ്ടിട്ട്. അപ്പൊ എന്താ അറിയോ, അപ്പൊ ഈ ആൾക്കാരെന്ത് വിചാരിക്കറിയോ, അയ്യോ ഞങ്ങള് വൈകുന്നേരം ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എവിടെയും പോവില്ല, ഇനി എവിടെയെങ്കിലും ഞങ്ങൾ വിറകൊക്കെ പെറുക്കാനൊക്കെ പോണെങ്കിൽ വിറക് സംഘടിപ്പിക്കണല്ലോ ഇവർക്ക് തീ. അല്ല അതിനൊരു ചോദ്യം, ഈ അമ്മ പറഞ്ഞ ഈ കള്ളനോ ഭീകരനോ ആരോ ഉണ്ടല്ലോ, ഇയാളുടെ പകലൊന്നും പുറത്തിറങ്ങില്ലേ? പകലിപ്പോ കൂട്ടത്തോടെ ആൾക്കാരല്ലേ, അതൊന്നും എനിക്കറിയില്ല. കഥയാണ്. കഥയിൽ ചോദ്യം പാടില്ല, ദേഷ്യം വരും അമ്മയ്ക്ക്. ദേഷ്യം വരും, ദേഷ്യം വരും. അപ്പൊ എന്താ പറഞ്ഞ ഭീകര അന്തരീക്ഷത്തിലാണ് ഇവർ ജീവിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ആരും അങ്ങനെ പുറത്തിറങ്ങാറില്ല. അത് ഒരു ചെമ്മീനിൽ തന്നെ വെള്ളം ഉണ്ടാവും. അത് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയില്ല. നമ്മള് വെള്ളയെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാവും ചെമ്മീൻ. അങ്ങനെയാണ് ചെമ്മീൻ്റെ ഉള്ളിൽ വെള്ളം. പണ്ട് കുടിച്ച വെള്ളമൊക്കെ അതിനുള്ളിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പറയും. അപ്പൊ ബുദ്ധദേവൻ എന്ത് വിചാരിക്കുക, ആണോ ഇന്ന് ആ ആളെ എനിക്കൊന്ന് കാണണമല്ലോ,
അയ്യോ സ്വാമി നിങ്ങളെല്ലാം ത്യജിച്ച ഒരാളാണ്, അങ്ങനെയുള്ള സന്യാസിയായി നിങ്ങൾ ശാന്തതയോടെ ജീവിക്കുന്ന ആളാണ്, അഹിംസ ഒന്നും ചെയ്യാത്ത ഒരാള്, നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ആ കള്ളന്റെ മുമ്പിൽ പെട്ടുപോയ ഭീകരനാണ്, നിങ്ങളൊക്കെ എന്തെങ്കിലും സംഭവിച്ചു, അത് വേണ്ടാന്ന് പറയും. പക്ഷെ ഈ ബുദ്ധദേവൻ പണ്ട് വളരെ ശൂര വീര പരാക്രമിയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലല്ലോ. പിന്നീടാണല്ലോ ബുദ്ധദേവനായത്. ബുദ്ധദേവനായത് മഹാവീരന്മാരിൽ ഒരാളായിരുന്നല്ലോ. അതിനെ ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആള് ആ കാട്ടിലേക്ക് പോകും. ആ കാട്ടിൽ പോയിട്ട് ഒരു സ്ഥലത്ത് അയാൾ നിശബ്ദനായി ബുദ്ധദേവൻ ഒരു ജ്ഞാനത്തിലിരിക്കും. എങ്ങനെയല്ലേ കൊടുങ്കാട്ടിലേക്ക് നിശബ്ദനായിട്ട് ജ്ഞാനത്തിലിരിക്കാൻ പറ്റുന്നത്? ആള് വലിയ ആളല്ലേ, അതുകൊണ്ടാണ് ബുദ്ധനായത്. അപ്പൊ അവിടെ പോയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ കള്ളൻ ഇത് കാണും. കള്ളൻ കണ്ടിട്ട് ഈ സാധു സന്യാസിക്ക് എന്നെ പേടിയില്ലേ, ഇയാൾ ഒറ്റയ്ക്ക് ഞാനുള്ള കാട്ടിൽ വന്നിട്ട് ഇയാൾ എന്താ അയാൾ ധ്യാനത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞു വന്നിട്ട്, ഈ സന്യാസി നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, ഞാൻ അത്ര വലിയ ഭീകരനാണെന്നറിയോ, എന്നെ ജയിക്കാൻ ആർക്കും പറ്റില്ല, ഞാൻ അത്രയും വലിയ ശൂരവീര പരാക്രമിയാണ്, നിങ്ങൾ എന്നെ ഭയമില്ലാതെ ഇവിടെ വന്നിരിക്കുകയാണോ? അപ്പം ഞാനെന്തിനാണ് നിന്നെ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചു. എന്നെ എന്തിനാ ഭയപ്പെടുന്നതെന്നോ, ഞാൻ അത്രയ്ക്ക് വലിയ ശൂരവീര പരാക്രമിയാണ് പറയും. അത് എനിക്കും കൂടി തോന്നണ്ടേ, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാൻ അതാണ് ഈ നാട്ടുകാരോടൊക്കെ ചോദിച്ചത്. നാട്ടുകാരോടൊന്നും എനിക്ക് ചോദിക്കണ്ട, എൻ്റെ അനുഭവത്തിലൂടെ എനിക്കറിയണ്ടേ നീ അത്ര വലിയ ശൂരവീര പരാക്രമിയാണെന്ന് എനിക്ക് തോന്നുന്നു. ശക്തിശാലിയാണെന്നാണ് ഉദ്ദേശിച്ചത്. അതാണ് ഈ ശൂരവീര പരാക്രമി എന്നൊക്കെ പറയുന്നത്. ശക്തിശാലി, നീ അത്ര വലിയ ശക്തിശാലിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അപ്പോ അതിന് ഞാൻ എന്താ വേണ്ടത്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു കിണ്ണം ഭക്ഷണം കഴിക്കണം. അപ്പൊ പറയും നീ ഒന്നും ചെയ്യണ്ട, ഞാൻ പറയണ ഒരു കാര്യം നീ ചെയ്താൽ മതി, അത് ആ മരത്തുനിന്ന് ഒരു 10 ഇല പറിച്ചിട്ട് വാ, നീ പോയി പറിച്ചിട്ട് വാ. അപ്പൊ അത്രയല്ലേ ഉള്ളൂ, അതിപ്പോ ചെയ്യാന്ന് പറയും. അപ്പൊ 10 ഇല പറിച്ചിട്ട് വന്നു. അപ്പൊ പറയും ഈ ശൂരവീര പരാക്രമി ഒരു സന്യാസി പറയുമ്പോഴേക്കും പോയിട്ട് 10 ഇല പൊടിച്ചിട്ട് വന്ന് അത് ശൂര, അതായത് നീ ശക്തിശാലി അല്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോ അയാൾക്ക് അത് നിരൂപിക്കണ്ടേ? അപ്പൊ അയാൾക്കൊന്ന് ആലോചിച്ചിട്ട് ഇല പറിച്ചിട്ട് എന്റെ എന്ത് ശക്തി കാണിക്കാനാണെന്ന്. അതന്നെയാണ്, അതൊക്കെ നിസ്സാരല്ലേ. അപ്പൊ ശക്തിശാലിയാണ് മണ്ടനാണ്. ഒരു 10 ഇല പറിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ വീണ്ടും എന്നോട് ചില കാര്യങ്ങൾ പറയും, അതും കൂടി നീ ചെയ്യണം. അപ്പൊ ഇയാൾ പറയും ഇല പറിച്ചിട്ട് വരാൻ പറ്റില്ല, ഇനിയിപ്പോ എന്ത് കാര്യം ഇതുപോലെ വല്ലതൊക്കെ ആയിരിക്കും. ഇത് നിരൂപിച്ച് കൊടുത്തിട്ട് ഇയാളെ കൊല്ലാന്നാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അയാൾ. അപ്പൊ ഇല പറിച്ചിട്ട് വന്ന് കൊടുക്കുമ്പോ പറയും ഈ 10 ഇലയില്ലേ നീ പറിച്ചില്ലേ, അതേപോലെ ആ മരത്തിൽ നീ ഒട്ടിക്കും. എന്റെ ദൈവമേ, എവിടെ നിർത്തും അവിടെ അതേപോലെ വെക്കുക, ഒട്ടിച്ചു വെക്കണം. എങ്ങനെ ആദ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൽ നീ എന്ന് വെച്ചാൽ നീ പറക്കിനേക്കാട് മുമ്പ് ഇല ആ മരത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നോ അതേ രൂപത്തിൽ അതിനെ തിരിച്ചാക്കണം. ഇയാൾക്ക് പറ്റുമോ? എന്താ നിങ്ങൾ പറയണത്? അതെങ്ങനെ വെക്കാൻ പറ്റും? നീ ശ്രമിക്കുകയോ? ഇയാൾ പോയിട്ട് ശ്രമിച്ചാൽ ഇല വെക്കാൻ പറ്റുമോ? അത് എങ്ങനെ ഉണ്ടാവുന്ന ആ രീതിയിലുള്ള ഇല വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പറയൂ അയ്യോ നിങ്ങൾ എന്തായി പറയണത്, എനിക്ക് അതിന് പറ്റില്ല, അത് എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്, ആർക്കും പറ്റില്ല, നിങ്ങൾക്ക് പറ്റുമോ? വേണമെങ്കിൽ മരത്തിന്റെ കൊമ്പ മുറിച്ചിട്ട് വരാ പറയുക. ഞാൻ വേണമെങ്കിൽ മരം വേണമെങ്കിൽ അങ്ങനെയൊക്കെ മരം വേണമെങ്കിൽ അയാൾ വെട്ടാൻ പറഞ്ഞ വെട്ടും. അയ്യോ ഞാൻ വെറുതെ പറഞ്ഞ ഞാൻ പറയില്ല, അങ്ങനെയാണ്. പക്ഷെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. അപ്പൊ പറയും അത് നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ നീ ആ ഇല പൊട്ടിച്ച സാധാരണ ഒരു ഇല നിനക്ക് പുനഃസ്ഥാപിക്കാൻ അവിടെ പറ്റില്ല. യഥാസ്ഥലത്ത് അതിനെ പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത ഒരാള് ഇത്രയും പേരുടെ ജീവൻ എടുത്തിട്ട് അതിന്റെ വിരലുകൾ മാലയാക്കി അടച്ചിട്ട് ഞാൻ വലിയ ശക്തിശാലിയാണ്, എന്നെ വെല്ലാൻ ആരുമില്ല എന്നുള്ള അഹങ്കാരത്തിൽ നീ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ വിലപ്പെട്ട ജീവനെ നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോ നീ എങ്ങനെ ആ ജീവൻ എടുത്തു? അപ്പൊ നീ എങ്ങനെ ശക്തിശാലിയാവും? നീ ഒന്ന് ഓർത്തു നോക്ക്. നമുക്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാൻ നൽകാൻ കഴിയാത്തതൊന്നും നമ്മൾ നശിപ്പിക്കാൻ നമുക്ക് യോഗ്യതയില്ല, നമുക്കതിനുള്ള അർഹതയില്ല, നമുക്കതിനുള്ള എന്താ പറയാ. ഏറ്റവും വലിയ ശക്തിശാലി ആരാണെന്ന് ചോദിച്ചാൽ ജീവൻ നൽകാൻ കഴിയുന്നവരാണ്, അത് സർവേശ്വരനാണ്. അവനെക്കാട്ടിലും വലിയ ശക്തിശാലി ഇല്ല. നമ്മളൊക്കെ ഒരു ജീവൻ എടുക്കാൻ സാധിക്കും, ഒന്നിനെ നശിപ്പിക്കാൻ സാധിക്കും, പക്ഷെ സൃഷ്ടിക്കാൻ സാധിക്കുന്നവനാണ് സർവശക്തൻ. അങ്ങനെ സർവശക്തൻ എന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് ഒരേ ഒരു സർവശക്തരാകുള്ളൂ, ബാക്കി ആർക്കും ഇനിയൊരു ജീവനെ സൃഷ്ടിക്കാൻ സാധിക്കില്ല.
അല്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ ശക്തിശാലി എന്നുള്ള പേരിൻ്റെ ഒരു അർത്ഥം ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എല്ലാം തികഞ്ഞൊരു ശക്തിശാലി ഉണ്ടെങ്കിൽ അത് സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി മാത്രമാണ്. നശിപ്പിക്കാൻ കഴിവുള്ളവനെ ഒരിക്കലും ശക്തിശാലി എന്ന് വിളിക്കില്ല. എന്തിനേയും ആർക്കും എപ്പോഴും നശിപ്പിക്കുക. പക്ഷെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പ്രകൃതിയിൽ തന്നെ, ഈ പ്രപഞ്ചത്ത് തന്നെ, ഈ ലോകത്ത് തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കാര്യം. അപ്പോൾ അതിന് നിനക്ക് കഴിവില്ലെങ്കിൽ നീ പിന്നെ എങ്ങനെ ശക്തിശാലിയാവും? നിനക്ക് എന്താണ് ഒരാളുടെ ജീവൻ എടുക്കാൻ നിനക്ക് പറ്റുമോ? അത് നിനക്ക് കൊടുക്കാൻ, തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നപ്പോ ഈ കള്ളന്റെ മനസ്സ് മാറി. അപ്പൊ ശരിയാണല്ലോ ഇവര് പറഞ്ഞതെന്ന് പറഞ്ഞ് കള്ളൻ എന്ത് ചെയ്തു? അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ബുദ്ധദേവന്റെ ശിഷ്യനായി മാറി. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി മാറി എന്നാണ് കഥയിൽ പറയുന്നത്. അപ്പോ അതാണ് ഒരു അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നു, ഞാനാണ് ഏറ്റവും വലുതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരിക്കലും അതല്ല. ഭഗവാനെക്കാളും വലുതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ആ ഭഗവാനാണ് എന്തിനും കഴിയുക, നമുക്ക് ജീവൻ നൽകാൻ അല്ലേ? ജീവൻ നൽകാൻ കഴിയുന്നവൻ, അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തിയും കൂടിയവൻ അവൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്താ ആളുടെ പേര്? ഉംഗ്ലിമാലായാലും ഇനി എന്തായാലും മൂപ്പർക്കൊക്കെ ഈ ഭൂമിയിൽ എന്തും എടുക്കാനേ കഴിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും പേപ്പർ വായിക്കുമ്പോഴോ ടി വി കാണുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് അതിക്രൂരമായ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവരൊക്കെ കൊല്ലും പറയുന്നില്ല അത് ഏതോ അമ്മ പറ്റൊരു മകനാണ്, ആരിൻ്റെ ഒരു ഭർത്താവാണ്, ആരിൻ്റെ ഭാര്യയാണെന്നൊന്നും അറിയില്ല. എന്തുകൊണ്ട് വീണ്ടും അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മളെല്ലാവരും ഒരു സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എന്തറിയോ, ഇപ്പം നമ്മുടെ കാലാവട്ടെ വേണ്ട ഒരു 20 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കേരളമാണോ ഇപ്പോൾ ഉള്ളത്? എന്താണ് 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പൊട്ടാന്ന് പറയണമെങ്കിൽ അവൻ ഒന്ന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്താണ്? ചാരായം, കള്ള്, അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതല്ല, ലോകത്തുള്ള മുഴുവൻ ലഹരി വസ്തുക്കളും കൊണ്ട് നിറഞ്ഞിട്ട് തലച്ചോറിൻ്റെ ഉള്ളൊരു ബുദ്ധി എന്ന് പറയുന്ന സാധനം നശിച്ചു പോവുകയാണ്. അമ്മയാരാണ് കുരുമുളകും പെരുംജീരകം നല്ല ജീരകം ഒക്കെ പൊടിച്ചത് തനിക്ക് വേദനിച്ചാലും മറ്റുള്ളവർക്ക് വേദനിച്ചാലും അവന് ഉണർവ് എന്ന് പറയുന്നത് സംഭവം ഉണ്ടാവുന്നില്ല. ഞാൻ എന്താണ് ചെയ്യുന്നുള്ള ബോധം ഉണ്ടാവില്ല. ഇത് എങ്ങനെ വന്നു? ഇത് വന്ന് പെരുകി കൂടിയപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ നാട്ടിലും ഉണ്ട്. പക്ഷെ നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പറ്റി സംസാരിക്കുമല്ലോ. ഇതിങ്ങനെ ആയിരുന്നു. ഒരു ചെറിയൊരു മുറിവ് ഒരാൾക്ക് പറ്റുമ്പോൾ മുറിവ് ചെയ്ത വ്യക്തിക്കടക്കം ഒരു മനസ്താപം ഉണ്ടാവുന്ന ഒരു നാട് തന്നെ ആയിരുന്നു നമ്മുടെ, അല്ലേ? ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയും പോലെ. ഇപ്പം എന്താണ് സ്ഥിതി? ഒന്ന് സംസാരിച്ചാൽ, ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ, കാണുമ്പോൾ ഒന്ന് സംസാരിക്കാതെ പോയാൽ, അല്ലെങ്കിൽ ഒരു വാക്കോ അതിൻ്റെ പേര് മറുവാക്ക് വന്നു കഴിഞ്ഞാൽ കൊലപാതകം ചെയ്യാൻ വേറെ മടിയില്ല. പണ്ടൊക്കെ കൊലപാതകം പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഇടയ്ക്ക് കയറ്റുന്ന ഒരു റെയർ സംഭവമാണ്. അത് പേപ്പറിൽ വന്ന ആ പേപ്പർ എടുത്തു വെച്ച് 10 പ്രാവശ്യം വായിക്കും. കാരണം ഇതാണ് കൊലപാതകം. കാരണം അതൊക്കെ വളരെ ചുരുക്കമായിരുന്നു അന്ന്. ഇന്ന് പേപ്പർ വായിക്കുമ്പോൾ മുഴുവനും കൊലപാതകമാണ്. ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, നമ്മൾ ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ എവിടെയത് വായിച്ചതാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആർക്കാണ് പൗഷ്ടിക ഭക്ഷണങ്ങളും കാര്യങ്ങളും വിറ്റാമിൻ നിറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഒരു പുതിയ തലമുറയെ വളർത്തിയുണ്ടാക്കാൻ? അതിൽ വലിയൊരു ചോദ്യമുണ്ട്. എന്താ അറിയോ? അംഗൻവാടിയിൽ ഒക്കെ ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ എന്താ പറയുക LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഗോതമ്പ് ഉപ്പുമാവ്, അല്ലെങ്കിൽ കഞ്ഞി. അതിക്രൂരമായ കൊലപാതകം ചെയ്ത്, ബലാത്സംഗം ചെയ്ത്, കളവ് ചെയ്ത്, ആൾക്കാരുടെ കൈ വെട്ടി കാല് വെട്ടിപ്പോയ ആൾക്കാർക്ക് ഇറച്ചി, മീൻ, ചിക്കന്, ചപ്പാത്തി ജയിലിൽ. ഒന്ന് ആലോചിച്ച് നോക്കും. ഒരാളിനെ കൊന്നിട്ട് ഒരാൾ ഒരു നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അവനെ പകരം വീട്ടുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒരു ജീവപര്യന്തം കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൻ ഏതെങ്കിലും നാട്ടിൽ പോകുമല്ലോ, ഈ ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ. അതുവരെ അവന് കൊടുക്കുന്ന ഫുഡ് നോക്കൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫുഡ് കൊടുക്കുന്നത്? മനുഷ്യാവകാശം എന്നൊക്കെ പറയുമല്ലോ. ഇവിടെ എവിടെയാണ് മനുഷ്യാവകാശം ഉള്ളത്? ഞാൻ പറയട്ടെ, അതിക്രൂരത ചെയ്ത് അതൊന്ന് പുറത്ത് വന്നാലോ എല്ലാവരും ഒന്നും നന്നായിക്കൊള്ളുന്നില്ല. അവർ വീണ്ടും പുറത്ത് വന്നാൽ അവർ അതിനേക്കാളും വലിയ ക്രൂരത ചെയ്യാനുള്ള എനർജി ഉണ്ടാക്കുന്ന സ്ഥലമാണോ അതൊക്കെ? അപ്പോൾ പേടിയില്ല. നമ്മളൊരു ജയിലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ മനുഷ്യന് പേടിയില്ലാണ്ടായി. കാരണം അവിടെ പുറത്തിറങ്ങുമ്പോൾ അവൻ സമ്പാദിച്ച ഒരു പൈസയുണ്ട് അവൻ്റെ കയ്യിൽ, അല്ലേ? പിന്നെ സുഭിക്ഷമായ ഭക്ഷണം. എന്നാലോ നാളെ ഭാരതത്തിൻ്റെ ഭാവിയായ നാളെ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേഖലയിൽ ഉയർച്ചകളിൽ എത്തേണ്ട വലിയ വലിയ ആൾക്കാരാവേണ്ട നമ്മുടെ നാളത്തെ ഭാരതം എന്ന് വെച്ചാൽ ഇന്നത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾ അവർക്ക് കൊടുക്കുന്നത് എന്താണ്? കഞ്ഞിയും ഉണക്ക ഉപ്പുമാവും. അപ്പോൾ ഇവിടെ ഈ ചിന്തയൊന്ന് മാറ്റണം. ജയിലെന്ന് പറഞ്ഞാൽ എന്താണ്? ജയിലെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഗോതമ്പുണ്ട മാത്രമേ കിട്ടുള്ളൂ, പുറലോകമായിട്ട് കാണാൻ പറ്റില്ല, ശിക്ഷ കഠിനമാവണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ വേറെ രാജ്യങ്ങളിലൊക്കെ ഇല്ലേ, എന്തുകൊണ്ടാണ് അവിടെയൊക്കെ ക്രൈം കുറവ്? കാരണം എന്താ പറഞ്ഞാൽ അവിടെ ഓരോ ഇതിനും അതിൻ്റെ ശിക്ഷയുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് തെറ്റ് ചെയ്യാനുള്ളൊരു പേടിയുണ്ട്. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ കഴിവുള്ളവന് പുറത്തു വരാം. അതേപോലെ ഈ കള്ളക്കേസുകൾ കൊടുക്കില്ലേ, അതുകൂടി പറയണം കേട്ടോ.
പല രീതിയിലുള്ള കേസുകളുണ്ട്. കള്ളക്കേസുകൾ കൊടുക്കുന്നത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കേസ് അല്ല അവരെന്താ ചെയ്യണത്, കേസ് തള്ളി വിട്ടു, അത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ പകരം ഇനി ഒരിക്കലും ഒരാളുടെ മുകളിൽ ഒരു കളവ് കേസ് കൊടുക്കരുത്. തെറ്റായ ഒരു കേസ് ഒരാളുടെ മുകളിൽ കൊടുത്തിട്ട് ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തിനെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ കള്ളപീഡനങ്ങളും കാര്യങ്ങളും കൊടുക്കുന്ന ആൾക്കാരെ ശരിക്കുള്ളൊരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലും നിൽക്കും. സത്യസന്ധമായ പീഡന കേസുകൾ മാത്രമേ വരുള്ളൂ. മനസ്സിലായില്ലേ? ചുമ്മാ ഒരാളൊക്കെ ഇരുന്നിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കുക, അതും സമൂഹത്തിന് തെറ്റായ മെസ്സേജാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അത് ശരിയല്ല. ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കളവ് കേസ് കൊടുത്തു അവരുടെ മുകളിലും കേസെടുക്കാനുള്ള ഒരു നിയമം നമ്മുടെ ഭാരതത്തിൽ വരണം. അപ്പോൾ തെറ്റ് ചെയ്താൽ മാത്രമേ അത് കൊടുക്കുള്ളൂ. തെറ്റ് ചെയ്യാണ്ട് എത്രയോ പേര് ഇന്നകത്ത് കിടക്കുന്നുണ്ട്. ആ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി പറയുകയാണ്. അതുപോലെ എന്നും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രതികരിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യം, എന്തുകൊണ്ട് നാളത്തെ തലമുറയ്ക്ക് വെറും കഞ്ഞിയും ഉണക്ക ഉപ്മാവും കൊടുത്തിട്ട് ഈ തലമുറയെ തന്നെ നശിപ്പിച്ചിട്ട് പോയിട്ട് ജീവിക്കുന്ന അവറ്റങ്ങൾക്ക് ഇത്രയും ലാവിഷായിട്ടുള്ള ഫുഡ് കൊടുക്കണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരിയല്ലേ? നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? ക്രൈം ചെയ്തിട്ട് പോയ ആൾക്കാർ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുക, നാളത്തെ ഭാവിയായവർ ഉണക്ക ഉപ്പുമാവും വെറും കഞ്ഞിയും കുടിച്ചിട്ട് അവിടെ നിന്ന് വരിക. അപ്പോൾ ആരെയാണ് നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്, ആരെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഭയമില്ല, ജയിലിൽ പോകാൻ ആർക്കും ഭയമില്ല. കാരണം ജയിൽ സുഖകേന്ദ്രമായി മാറി. ഇപ്പം അത് സുഖകേന്ദ്രമായി മാറി. അതുപോലെ തന്നെ ആ അമ്മ പറഞ്ഞ ആ ഒരു അസുരനോ അല്ലെങ്കിൽ കള്ളനൊക്കെ ഉണ്ടല്ലോ, അവന് സത്യം പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. ആ സത്യം അവന് ഒരു വെളിച്ചം പോലെ ബുദ്ധൻ്റെ വചനങ്ങളിൽ നിന്ന് വന്നപ്പോൾ ബുദ്ധൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായി മാറി. എന്തും നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ പ്രതികരിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. അത് ഒരാൾ അങ്ങനെ പ്രതികരിക്കുമ്പോൾ ഒരുപാട് പേരിലേക്ക് എത്തുമ്പോൾ അതൊരു സന്ദേശമാകുമ്പോൾ സമൂഹത്തിലൊരു ഗുണം ഉണ്ടാവും അല്ലേ? നല്ല തലമുറകൾ വളരട്ടെ, നല്ല ആരോഗ്യത്തോടു കൂടി അല്ലേ? അപ്പോൾ ഇതായിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഇതാണ് ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ റോസ്റ്റ് പല രീതിയിൽ ഉണ്ടാക്കും. ഇതൊരു രീതി. ഇനി ഉണ്ടാക്കുമ്പോൾ വേറെ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഇതൊരു രീതിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ്. ഇതിന് ഞാനൊന്നൊരു തക്കാളി കറി വയ്ക്കും. അത് ഞാൻ ഇട്ടിട്ടുണ്ട് ആദ്യം, ഒരു തക്കാളി കറി കുക്കറിൽ ഉണ്ടാക്കുന്നത്. ആ ഒരു കറി ഇതിന് കോമ്പിനേഷൻ നല്ലതാണ്. അപ്പോൾ തക്കാളി നാളികേരപ്പാലും കൂടി ഒഴിച്ചിട്ടുള്ളൊരു കറി അത് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതും ഇതും കൂടിയിട്ടാണ് ഇന്നത്തെ ഭക്ഷണം. ഇത്രയൊക്കെ മതി. എന്താ പറയുക, കുറേ കറികളുണ്ടെങ്കിൽ അതും കുറച്ച് കഴിക്കൂ, ഇതും കുറച്ച് കഴിക്കൂ, എന്നിട്ട് അവിടെ കഴിക്കും, കുറേ കൊണ്ടുപോയി കളയേണ്ടി വരും. അതിനേക്കാൾ 1-2 സാധനം ഉണ്ടാക്കിയ രുചിയോടെ കഴിക്കും. പിന്നെ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തത്, അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ചെടി കൊണ്ടൊരു ബായ് പറയും, കഴിക്കാൻ വിളിക്കുന്നില്ലേ? പിന്നെ എനിക്കിഷ്ടമില്ലാത്ത ഇതും തക്കാളിക്കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നാളികേരപ്പാലിന് ഞാൻ ഇട്ടിട്ടുണ്ട്, നന്നായിരിക്കും. അത് മാത്രം ഒരു ഓംലെറ്റോ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. പക്ഷെ എന്നാലും ഇതൊക്കെ ഉണ്ടല്ലോ, എനിക്കിഷ്ടമില്ലാത്ത നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാൻ വരികയാണെങ്കിൽ കേട്ടോ. എനിക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഞാൻ ദിവസം പറയാറുണ്ട്, ഞാൻ ഉണ്ടാക്കി തരും പെട്ടെന്ന്. പിന്നെ എനിക്കിഷ്ടമില്ലാത്തത് അവർക്ക് ഇഷ്ടമായ ആ ചെറിയ ചിരിച്ചിട്ട് പായ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ സഹിച്ചോളാം. ശരിക്കുള്ള ചെരി പുറത്തു വന്നു കണ്ടോ, അതിനു വേണ്ടി ഞാൻ പറഞ്ഞാണ്. അപ്പോഴല്ലേ ശരിക്കുള്ള ചെരി പുറത്തു വന്നത്. അപ്പം എല്ലാവർക്കും ബൈ.